Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഹണി ഗ്ലേസ് ഷെസ്വാൻ ചിക്കൻ റെസിപ്പി നമുക്ക് കാണാം. ഹണി ഗ്ലേസ് ഷെസ്വാൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരേ അളവിൽ എടുത്തേക്കുന്നതാണ്. 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്, സോയ സോസ് 1.5 ടീസ്പൂൺ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ വിങ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിക്കൻ വിങ്സ് ചേർക്കാം. ചിക്കൻ വിങ്സിന് പകരം സാധാരണ ചിക്കൻ ബോൺലെസ് ബ്രസ്റ്റോ ഒക്കെ വേണേലും ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് കോൺഫ്ലവറും കുറച്ച് ബേക്കിംഗ് പൗഡറും ചേർക്കണം. നമ്മളിത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നല്ലൊരു ക്രിസ്പ് ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മൾ കോൺഫ്ലവറും ബേക്കിംഗ് പൗഡറും ചേർക്കുന്നത്. അതിനായിട്ട് കോൺഫ്ലവർ ആണ്. ഒരു 6 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് മീറ്റിൽ കോട്ട് ചെയ്യണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കുന്നത്. നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കഴിയുമ്പോൾ ടേൺ ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ സൈഡും നമ്മൾ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു മിനിറ്റ് വീതം 2 സൈഡും കുക്ക് ചെയ്തു. ഇനി തീ കുറച്ച് വെക്കാം. അകത്തോട്ട് വേവണമല്ലോ. അപ്പോൾ തീ കുറച്ച് ഒരു 3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇപ്പോൾ കുക്ക്ഡ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് വീണ്ടും ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എണ്ണ കുടിക്കാണ്ടിരിക്കാനായിട്ടാണ്. ഇനി എടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. ലാസ്റ്റ് 1 മിനിറ്റും ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സോസിൽ കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു വോക്കിലാണ് സോസ് കോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഉണക്കമുളക് ഒരെണ്ണം സ്ലൈസ് ചെയ്ത് ഇടാം. 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2 ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട്
വെളുത്തുള്ളി പൊടിയായിട്ട് ഇടുന്നത്. കൂടാതെ ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ്റെ തണ്ട് വൈറ്റ് പോർഷൻ ചോപ്പ് ചെയ്ത് ചേർക്കാം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള, സ്പ്രിംഗ് അണിയൻ കയ്യിലില്ലെങ്കിൽ സവാള കുറച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. അത് നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഷെസ്വാൻ സോസ് ചേർക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വരും. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ഷെസ്വാൻ സോസാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇതിട്ട് ഒത്തിരി നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആവണം, അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് പോയിട്ട് ഒന്ന് ഡ്രൈ ആവണം. റെഡിയാണ്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഇത് കോട്ട് ചെയ്തെടുക്കണം. സോസിൽ നന്നായിട്ട് കോട്ടഡായി. ഇത്രയും മതി. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് ഹണി ചേർക്കാം. ഹണി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഹണി ഇത്തല കോട്ടഡ് ആവണം. അപ്പോൾ ഓഫ് ചെയ്ത ശേഷം ഹണി ഇടുക. ഇതിലേക്ക് സ്പ്രിംഗ് അണിയനൂടെ ചോപ്പ് ചെയ്ത് ചേർക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഹണി ഗ്ലേസ് ഷെസ്വാൻ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഷെസ്വാൻ സോസിൻ്റെ നല്ല എരിവും ഹണിയുടെ ഒരു മധുരമൊക്കെ കൂടിയിട്ട് നല്ല പെർഫെക്റ്റ് ഒരു ഷോർട്ട് ഈറ്റാണ്. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പം സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണിത്. നമ്മൾ ഷെസ്വാൻ സോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.